ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്, അതേപോലെ ഈ മാസം അവസാനിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത്. എല്ലാ മാസവും നല്ല രീതിയിൽ പ്രോഫിറ്റിൽ പോകാൻ പറ്റി. കുറച്ചും കൂടി ഡിസിപ്ലിനൊക്കെ ഞാൻ പഠിച്ചു. എനിക്ക് ഇതാണ് ഇതിൽ പറയാനുള്ളത്. നല്ല രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ്, പിന്നെ ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ, ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്നുള്ള ഒരു ബ്രേക്ക് ത്രൂ ഒക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പഠിച്ച ഒരു വർഷമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെയായിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു വർഷമല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയല്ലേ, ഇപ്പോൾ ചില ആൾക്കാർ പറയല്ലേ ലാഭം നഷ്ടം എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ചിലർക്ക് ലാഭം നഷ്ടം ഒരുപാട് നഷ്ടം സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല പറയേണ്ട. പ്രോഫിറ്റിൻ്റെ അകത്തിൽ നഷ്ടം എന്ന് പറയുന്ന സാധനമില്ല. നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്നു, നിങ്ങളുടെ ഈ പറയുന്ന എക്സ്പീരിയൻസ്, ഈ നഷ്ടത്തിന് വരെ നിങ്ങളവിടെ ലോസ് എന്ന് എഴുതുന്നതിന് പകരം എക്സ്പീരിയൻസ് എന്ന് എഴുതി, അതൊരു പോസിറ്റീവ് വേർഡാണ്. ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റുന്നത്. എക്സ്പീരിയൻസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താനുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോസ് ഉണ്ടായെങ്കിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോസ് ഉണ്ടായി നിങ്ങൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു വർഷം ആദ്യമായിട്ട് ട്രേഡ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു വർഷം. അടുത്ത വർഷവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് പ്ലസ് പ്രോഫിറ്റിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ്. എല്ലാ ആൾക്കാരും അക്കൗണ്ടുകൾ പാസ്സാക്കുന്നു, അതേപോലെ തന്നെ വലിയ വലിയ പ്രോഫിറ്റ് അയച്ചു തരുന്നു, വിളിക്കുന്നു. എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് വരെ അയച്ചു തന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ്. ഇതറിയാത്ത ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞത്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് നമ്മുടെ ഈ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലുള്ളത്. അവരെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും വലിയ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, ഡിസംബറിലൊക്കെ വലിയ ട്രേഡ് ഇല്ലല്ലോ, നിങ്ങളെങ്ങനെ ട്രേഡ് ചെയ്യുന്നു? നമുക്ക് എല്ലാ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അത് പഠിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റിസൾട്ടിലേക്ക് ഞങ്ങൾ എത്തുന്നതും. അപ്പോൾ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, നല്ല സ്ട്രാറ്റജി പഠിക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, നല്ലൊരു സ്റ്റഡി ചെയ്യുക, ഹാർഡ് വർക്ക്. എനിക്ക് മറ്റുള്ള ആൾക്കാരോട് അതേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ മാസം എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ മാസം ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. പല ആൾക്കാരും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനായിട്ട് ട്രേഡ് എടുത്ത് നോക്കി നിന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ഇനി ചിലപ്പോൾ ഹിറ്റ് ചെയ്യാതിരിക്കുക. ഞാനത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, മറ്റുള്ള മാസങ്ങളിൽ ഇങ്ങനെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് പ്രൈസ് പുതിയ ലെവലിലേക്ക് പോകുന്നത് പോലെ ഈ ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമ്പോൾ പോകില്ല. ഒന്നെങ്കിൽ ആ ഒരു ഏരിയയിലേക്കോ അല്ലെങ്കിൽ ബിഗ് ബ്രേക്ക് നടത്തിയിട്ട് ഇറങ്ങാനുള്ള സാധ്യതന് കൂടുതൽ എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൈ എടുത്ത് നിൽക്കുന്ന പല ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് എടുത്ത് നിൽക്കുന്ന ഒരു പൊസിഷൻ തന്നെയായിരുന്നു ഇത്. ഏകദേശം ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈയുടെ $10 താഴെ വന്നിട്ടാണ് പ്രൈസ് ഇറങ്ങിപ്പോയത്. നല്ലൊരു മൂവ്മെൻറ്റ്സ് തന്നു, നല്ല എൻട്രികൾ തന്നു, പ്രൈസ് നല്ല ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് നമുക്ക് ഈ വീക്ക് നോക്കാം അല്ലേ. ഈ വീക്ക് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 4 വീക്ക് നോക്കണമെങ്കിൽ ഒരു വീക്കിൽ മാത്രമേ പ്രൈസ് ജസ്റ്റ് ഒന്ന് ബിയറിഷ് ക്യാൻഡിലാണ് അന്നും, പക്ഷേ ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തായിരുന്നു. ഇതാണ് ഞാൻ ബൈ സൈഡ് തന്നെ നിൽക്കണമെന്ന്. സെൽ സൈഡിലേക്ക് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് പല ആൾക്കാരും കൺഫ്യൂഷൻസോടെയൊക്കെ വിളിച്ച ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസ് അല്ല, എടുത്തു പറയാം. എന്താണെന്ന് വെച്ചാൽ അവരെ ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ബൈ സൈഡ് തന്നെ പിടിക്കുക, സെൽ സൈഡ് എടുത്തോ, പക്ഷേ എന്തെന്നാ ലോങ് ടൈം എടുക്കരുത്, ഷോർട്ട് ടൈം എടുക്കുക. എന്ന് വെച്ചാൽ പ്രൈസ് ഓൾ ടൈം ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന ബൈ സൈഡ് നിന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. സെൽ സൈഡ് നിന്ന ആൾക്കാർക്ക് ചിലയിടത്ത് ലാഭം, പക്ഷേ ഒരുപാട് നഷ്ടമല്ല, എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 5 ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് പോയാലും ഇവിടെ നിന്നതുപോലെ തന്നെ ഒരു സൈഡ് വേ ട്രെൻഡ്, ഇവിടെ നോക്കി, ഇവിടെ നിന്ന് സൈഡ് വേ ട്രെൻഡ്, പ്രൈസ് പെട്ടെന്ന് കയറും, ഇവിടെ നിന്ന് സൈഡ് വേ ട്രെൻഡ്, ഇതേ രീതിയിൽ തന്നെ പ്രൈസ് ഇവിടെയും കയറുന്നു, സൈഡ് വേ ട്രെൻഡ്. ഇത് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും ഇനി സെല്ലിലേക്ക് പോവുക, വലിയ രീതിയിൽ പോവുക, ഒരിക്കലുമില്ല. നമുക്ക് പ്രൈസ്, പിന്നെ നമുക്ക് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെ ഹൈ ഒക്കെ എടുക്കാനും താല്പര്യമുണ്ട്. മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരുടെയും ലിക്വിഡിറ്റി, പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലിക്വിഡിറ്റിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നത്, അല്ലാതെ ഒരുമിച്ച് എല്ലാവരും നോക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ
അതുകൊണ്ട് തന്നെയാണ് ഈ ലിക്വിഡിറ്റി എടുക്കാതെ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂഷനും ആ ലിക്വിഡിറ്റി എടുക്കാതെ നിൽക്കുമ്പോഴാണ് ആ ഒരു വലിയ സെല്ല് എടുക്കുമ്പോഴായിരിക്കും പ്രോഫിറ്റ്. പക്ഷേ പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡാണ്. അതിൻ്റെ അകത്ത് ബൈ സൈഡ് നിൽക്കുക, സെൽ സൈഡ് എടുക്കാം, ബൈ സൈഡ് നിൽക്കുമ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. പരമാവധി ഞാൻ നോക്കുന്ന ട്രേഡ്സുകൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹൈ ടൈം ഫ്രെയിം ഇന്റേണൽ നോക്കുക. ഇവിടെ നമുക്ക് ഈ ഡേയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേയുടെ ലോ, പ്രീവിയസ് ഡേയുടെ ഹൈ, ആ രീതിയിലേക്ക് മാത്രമേ നമുക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 4 ഹവറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റേണലാണ്, അത് 4 ഹവറിൻ്റെ തന്നെ ഇൻറ്റേണൽ എന്നും പറയാൻ പറ്റില്ല. 1 ഹവറിൻ്റെ ആണെങ്കിൽ പിന്നെ ഇൻറ്റേണൽ. നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് ഡേയുടെ ലോ ഹൈ, അതേപോലെ തന്നെ നമ്മളുടെ 15 മിനിറ്റ് സ്ട്രക്ചർ മാപ്പ്, അതേപോലെ തന്നെ നമുക്ക് സെക്ഷനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്ത പല ആൾക്കാരുമാണ് സെക്ഷൻ ഇത്രയും നല്ല. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഓരോ മാർക്കറ്റിലും ഓരോ രീതിയിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ പോകുന്നെന്നും പറഞ്ഞ് നാളെ ആ ഒരു സെറ്റപ്പായിട്ട് വേറൊരു പേരിലോ വേറൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ്സിലോ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടെന്താ, നമ്മൾക്ക് എല്ലാ മാർക്കറ്റ് മൂവ്മെൻറ്റ്സിലും ചെയ്യാനുള്ള ഒരു നല്ല വെൽ സ്ട്രാറ്റജി ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കാര്യങ്ങൾ നോക്കുക. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ ഒരു 1 ഹവറിൻ്റെ OBയിൽ പ്രൈസ് വന്ന് അല്ലെങ്കിൽ 4 ഹവറിൻ്റെ ഒക്കെ OBയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്ത് നിൽക്കണേന്. പക്ഷേ തിരിച്ച് പ്രൈസ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ റിയാക്ഷൻ. പല ആൾക്കാരും പറഞ്ഞു ഇത് പോകുമ്പോൾ ഒരുപാട് പോയില്ല, തിരിച്ച് കയറാനുള്ള സാധ്യത. നിങ്ങൾ ബൈ നോക്കുമെന്ന് പറയുന്നത് അതായിരുന്നു. നമുക്ക് 50 മിനിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. 50 മിനിറ്റിൽ നോക്കിയാൽ 50 മിനിറ്റിൻ്റെ OB ആണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ 50 മിനിറ്റിൻ്റെ OB റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടില്ല. വീണ്ടും ലാസ്റ്റ് നിൽക്കുന്നത് നമ്മൾ ഫ്രൈഡേ പറഞ്ഞതാണ്, താഴേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ ഇവിടെ നിന്ന് കയറാം, ചിലപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് പോകാം. പക്ഷേ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു, മോർണിംഗ് തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് എന്തായാലും ഒരു ബൈ എടുക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോ ലിക്വിഡിറ്റി ചെയ്യണം, വീണ്ടും അഗെയിൻ ബൈ, ഇവിടെ തന്നെയാണെങ്കിലും ബൈ എടുക്കുക. പക്ഷേ ഇവിടെ നിന്നും കയറാം. പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കയറി ഇവിടെ വന്നു, പക്ഷേ ഈ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തില്ല. ഇനി നമുക്ക് മൺഡേയിൽ നോക്കുമ്പോഴും അങ്ങനെയൊക്കെ. പക്ഷേ നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ ഞാൻ വീക്കിലി അനാലിസിസ് ഇടണോ വേണ്ടോ എന്ന് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് മൺഡേയും ട്യൂസ്ഡേയും മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ബാക്കി ഈ പറയുന്ന 3 ദിവസം വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുകൊണ്ട് ചിലപ്പോൾ മാർക്കറ്റൊക്കെ മൂവ് ചെയ്യാതിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് ചില ദിവസങ്ങളിൽ. പക്ഷേ കയറി എൻട്രി എടുക്കാതിരിക്കും എന്ന് വെച്ചാൽ ഏറ്റവും ശോകമായിട്ടുള്ള മാർക്കറ്റായിരിക്കും. ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യാതെ തന്നെ ഇരിക്കാം ഹോൾഡേ ആയതുകൊണ്ട്. ചിലപ്പോൾ മൂവ് ചെയ്യുന്ന മാർക്കറ്റുകളുണ്ടാവും. പല ബാങ്കുകൾ മാത്രം ഹോൾഡേ, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ മാത്രം ഹോൾഡേ ആയതുകൊണ്ട് മാർക്കറ്റ് ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യും. പക്ഷേ ഭയങ്കര സ്പ്രെഡ് ആയിരിക്കും. നിങ്ങൾ എടുക്കുന്നത് പോലെയൊന്നും പോയില്ല. സമ്മാനത്തോടെ പോയി ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത് മാർക്കറ്റിലേക്ക് കയറിയാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഞാനിത് ഇട്ട് പോകുന്നത് കൊണ്ട് ഇത് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബൈ സൈഡ് നോക്കുക, അതേപോലെ തന്നെ മൺഡേ ശ്രദ്ധിക്കുക. മൺഡേയും ട്യൂസ്ഡേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാമെങ്കിലും ഞാൻ പറയുന്നതാണ് ജസ്റ്റ് വാച്ച് ചെയ്ത് ട്രേഡൊക്കെ ചെയ്ത് പോകുക. പക്ഷേ ഇതേപോലെ തന്നെ മാർക്കറ്റിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ആണെങ്കിലും ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് എടുക്കുക. പക്ഷേ ബൈ സൈഡ് കുറച്ചും കൂടി ഹൈ പ്രയോറിറ്റി കൊടുക്കുക. ഒരു 70% നിങ്ങൾ ബൈ സൈഡ് തന്നെ പിടിക്കുക. സെൽ സൈഡ് ഇതേപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരറ്റ് തന്നെന്നും പറഞ്ഞ് ഒരിക്കലും സെല്ല് നോക്കാതിരിക്കരുത്. ധൈര്യമായിട്ട് ഇവിടെ സെല്ല് എടുക്കുക. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ അയച്ചത്, ആ സെല്ല് പോയി ഇവിടുത്തെ ബൈ പോയി. അതേപോലെ ഈ ഓരോ പൊസിഷൻസും. പക്ഷേ ചില സമയത്ത് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരറ്റ് തന്നിട്ട് പോകും, ചില ചേഞ്ച് ഓഫ് ക്യാരറ്റ് തരാതെ പോകാം. അതേപോലെ നമ്മൾ എടുത്ത് കറക്റ്റായിട്ട് ആ പൊസിഷൻസൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അവിടെ നിന്നൊക്കെ പോയി ട്രേഡ് എടുക്കാവുന്നതാണ്. മാർക്കറ്റിന് ലിക്വിഡിറ്റി ആണ് ഇപ്പോൾ നോക്കുന്നത്. എന്നാലും പ്രൈസ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇപ്പോൾ ജാനുവരി സെക്കൻഡ് വീക്കൊക്കെ, ഫസ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴായിരിക്കും വീണ്ടും ഒന്ന് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. ആളുകളൊക്കെ തിരിച്ച് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. മെയിനായിട്ട് മാർക്കറ്റ് ഹോൾഡേ ആണ് 3 ഡേയ്സ് അന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. യൂറോപ്യൻ കൺട്രികളിലെ എല്ലാ മാർക്കറ്റും ഹോൾഡേ ആണ്. അപ്പോൾ പിന്നെ വോളിയം ഒരു 80% അല്ലെങ്കിൽ 75% പോലും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു മാർക്കറ്റിൽ പോയി ഇരുന്നിട്ടൊരു കാര്യമില്ല. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അവരൊക്കെ തിരിച്ചു വരുന്നത് ഒരു ജാനുവരി ലാസ്റ്റോടെയോ അല്ലെങ്കിൽ ഫെബ്രുവരി പകുതിയോടെയൊക്കെ ആയിരിക്കും വരുന്നത്. അത്രയും വെക്കേഷൻ ആഘോഷിക്കുന്നത്. എനിക്കും യൂറോപ്യൻ കൺട്രികളിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമുക്ക് ട്രേഡിങ് റിലേറ്റ് ചെയ്തവരുണ്ട്. അവരൊക്കെ ഓൾറെഡി വെക്കേഷനിലായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതാ പറയുന്നത്, പരമാവധി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് സമയമുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിരിക്കുക. എന്തെങ്കിലും മൺഡേ ട്യൂസ്ഡേ ട്രേഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറുക. ഹോൾഡിംഗ് ആയിട്ടുള്ള ട്രേഡിങ്ങിലൊന്നും കയറാതിരിക്കുക. അതേപോലെ തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ജേണലൊക്കെ എഴുതി ഈ വർഷം എങ്ങനെയൊക്കെ ആയിരുന്നെന്ന് നല്ല രീതിയിലൊന്ന് അനാലിസ് ചെയ്യുക. നമ്മളെ തന്നെ ഒന്ന് അനാലിസ് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റിലേക്ക് കയറിയാൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് ഓൾറെഡി ഒരു 4 ഹവറിൻ്റെ OBയിലൊക്കെ വന്ന് റിയാക്ട് ചെയ്ത് നിൽക്കുന്ന പൊസിഷനിലാണ് അല്ലേ. നമുക്കൊരു നല്ലൊരു റിയാക്ഷനൊക്കെ നമുക്ക് സെല്ലിലേക്ക് കിട്ടി, അതേപോലെ തിരിച്ചൊരു ബൈയിലേക്ക് കിട്ടി, വീണ്ടും നമുക്കൊരു സെല്ലിലേക്ക് കിട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ കറൻസി
ഏകദേശം ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതേപോലെ ഹൈ ടൈം ഫ്രെയിമിലത്തെ സെൽ സൈഡും പിടിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പോയത്. നമുക്ക് നേരെ മന്തിലേക്ക് വരാം. എന്താണ് നമുക്ക് ഈ മാസം നടന്നത്? നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2 മാസമായിട്ട് ബ്രിട്ടീഷ് പൗണ്ട് നല്ല ബുള്ളിഷാണ്. മന്തിൻ്റെ സ്ട്രക്ചർ വെച്ച് എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വരുമ്പോൾ ഈ വീക്ക് ഒരു ഡോജി ക്യാൻഡില്ല 2 സൈഡിലേക്കും പ്രൈസ് റിയാക്ട് ചെയ്ത് സെല്ലിലേക്കുള്ള ഒരു പൊസിഷനിലാണ് പ്രൈസ് വന്ന് നിന്നേച്ചത്. അതുകൊണ്ടാണ് പ്രൈസ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ നോക്കിയത്. എന്നാൽ ഈ ഒരു ഐഡിയം എടുത്തിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ലോങ് ടൈം നോക്കായിരുന്നു. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് നേരെ 4 ഹവറിൻ്റെ OB-യിലാണ് പ്രൈസ് വന്ന് മിറ്റിഗേഷൻ നടത്തിയത്. അപ്പോൾ ആദ്യം 4 ഹവറിൻ്റെ OB-യിൽ വന്നിട്ട് ജസ്റ്റ് റിയാക്ഷൻ തന്നതുകൊണ്ട് തന്നെ ഈ OB ഇതിനേക്കാളും കൂടുതൽ റിയാക്ട് ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടത്. നമുക്കിവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഇന്ത്യണലൊക്കെ നോക്കുകയാണതിനേക്കാൾ നല്ലത് നേരെ ഒന്നെങ്കിൽ 1 ഹവറിലേക്ക് വരെ 1 ഹവറിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് 1 ഹവറിൻ്റെ സ്ട്രക്ചറിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. 50 മിനിറ്റിലേക്ക് വരുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. 50 മിനിറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ 4 ഹവറിൻ്റെ OB നമുക്ക് സെല്ലുണ്ട്. നമ്മൾ മെയിനായിട്ട് ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷമുള്ള OB ആയിരുന്നു മെയിനായിട്ടുള്ള ടാർഗറ്റ്. ഇവിടുത്തെ പ്രൈസ് വീണ്ടും കയറാനുള്ള സാധ്യത. അന്ന് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 100 രൂപ പ്രൈസ് മുകളിൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൺഫർമേഷൻ കിട്ടി. ഇവിടുന്ന് ബൈ നോക്കി ഏകദേശം ഈ ഒരു ടാർഗറ്റിന് താഴ്ത്ത് വെച്ചതുകൊണ്ട് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ നെക്സ്റ്റ് സെല്ല് നോക്കിയത് ഇത് ഇച്ചിരി കൂടി നമുക്ക് ലോങ് ടൈം നോക്കാം. ഇനി ഇറങ്ങിയെങ്ങാനും പോയാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ ഡേയുടെ ഐഡിയം കിടക്കുന്നതുകൊണ്ടാണ് പ്രൈസ് ആ ഒരു പൊസിഷനിൽ നിന്ന് പോകാത്തത്. അപ്പോൾ കയറി തന്നെയാണെങ്കിൽ ആ ഡേയുടെ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം നോക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ബൈ സൈഡും നിങ്ങൾക്ക് അതിൽ നോക്കാവുന്നതാണ്, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഹൈ ടൈം ഫ്രെയിമിൻ്റെ OB-കളിൽ വരുമ്പോൾ ബൈ സൈഡ് നോക്കാതിരിക്കുക. അതേപോലെയൊക്കെ മൂവ് ചെയ്തിട്ട് 50 മിനിറ്റിൽ ചേഞ്ച് ഓഫ് കാറ്റൊക്കെ തന്നു കഴിഞ്ഞാലും തിരിച്ച് ബൈ എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ലൊരു ബൈ. എന്താണെന്ന് വെച്ചാൽ 50 മിനിറ്റിൽ ആ സമയത്ത് എനിക്കൊന്ന് സിംഗിൾ ക്യാൻഡിലും IFC ക്യാൻഡിലും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഷോക്ക് വിത്ത് ഐഡിയോ ഫ്ലിപ്പ് വിത്ത് ഐഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ട്രേഡ് നോക്കാം. ഓൾറെഡി ഇത് മന്ത് ബുള്ളിഷാണ്. ഈ വീക്ക് ഒരു ബിയറിഷിലേക്ക് നമ്മൾ അതിൽ കണ്ടതുപോലെ തന്നെ ഇതിലും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെ നമ്മൾ ഓൾറെഡി USD നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഈ ഒരു ഹൈയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ. വീണ്ടും പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് എത്താൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഇച്ചിരി സ്ട്രോങ് ആണ്. ഈ ലോ പെട്ടെന്ന് ഫെയിൽ ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും കയറാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ഹവറിൻ്റെയോ നിങ്ങൾ 50 മിനിറ്റിൻ്റെ ചാർട്ടൊക്കെ വരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ സൈഡൊക്കെ നോക്കാവുന്നതാണ്. 4 ഹവറിൻ്റെ നോക്കണമെങ്കിൽ ഇത് ഐഡിയമായിട്ട് എടുക്കണമെങ്കിൽ ഒരു വിക്ക് OB, അത് ജസ്റ്റ് റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ OB. ഈ ഡിസിഷൻ OB നല്ല റിയാക്ഷൻ തന്നെ ഏകദേശം 50% മൂവ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു IFC ക്യാൻഡിലുണ്ട്. ഇനി ഇവിടെ നിന്ന് കയറാം. നിങ്ങൾക്കൊരു ബൈ സെറ്റപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ USD നിൽക്കുന്നത്. നമുക്ക് 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. 1 ഹവറിൽ ഏകദേശം നിങ്ങൾ ഇന്ത്യണൽ തന്നെ നോക്കേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും നോക്കാനില്ല. ഓസ്ട്രേലിയൻ ഡോളർ ഓൾറെഡി നമ്മൾ ഒരു ഹൈ ടൈം ഫ്രെയിമിൽ നിന്ന് ഒരു ബൈ എടുത്തു. ഏകദേശം നമ്മുടെ ടാർഗറ്റ് എല്ലാം കഴിഞ്ഞ് നിൽക്കണം. ഞാൻ പറഞ്ഞതാണ് ആ ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലത്. ചിലപ്പോൾ ഹൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യില്ല. കഴിഞ്ഞ ആഴ്ച എടുത്ത് പറഞ്ഞൊരു കാര്യം അല്ലേ. മന്ത് നോക്കണമെങ്കിൽ ഒരു ബുള്ളിഷിലാണ്, വീക്ക് നോക്കണമെങ്കിൽ ഒരു ബിയറിഷാണ്. ഒരു 3 ആഴ്ചയായിട്ട് നല്ല ബുള്ളിഷായിരുന്നു, പെട്ടെന്നൊരു ബിയറിഷ് ആകാനുള്ള റീസൺ തന്നെ നമ്മളുടെ ഈ ഒരു ഡേയുടെ സ്ട്രക്ചറായിരുന്നു. 3 ആഴ്ചയായിട്ട് ബുള്ളിഷ്. നമ്മളുടെ ഈ പറയുന്ന മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഒരു വിക്കിൽ നിന്നോ അല്ലെങ്കിൽ ഈ OB-യിൽ നിന്നോ പ്രൈസ് റിയാക്ട് ചെയ്യുക ആ ഒരു പൊസിഷൻ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എല്ലാവരും എടുത്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എടുത്തിട്ടില്ല എന്നെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെ. അത് നമ്മൾ അത്രയും ലോങ് ടൈം ഹോൾഡ് ചെയ്ത് ട്രേഡൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് നോക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഹവറിലാണെങ്കിലും പ്രൈസ് നമുക്ക് ഓൾറെഡി ബുള്ളിഷാണ് അല്ലേ. 4 ഹവർ സ്ട്രക്ചറിൽ വെച്ച് നോക്കുമ്പോൾ എഞ്ചിനീയർ ലിക്വിഡിറ്റി റിയാക്ട് ചെയ്തു. അതിനുശേഷം എക്സ്ട്രീം OB-യും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഒരു എക്സ്ട്രീമിൽ OB-യും ഉള്ളതാണ്. ഞാനിപ്പോൾ നമ്മളുടെ ഈ ഡേയുടെ 1 ഹവറിൻ്റെ OB-ആണത്. 1 ഹവറിൻ്റെ SOB. ഓക്കെ, ഇപ്പോൾ നമുക്ക് 1 ഹവറിൻ്റെ ഐഡിയം എടുത്തു. 1 ഹവറിൻ്റെ ഡിസിഷൻ OB ഒരു വിക്ക് OB ആയിരുന്നു. ഇനി നമുക്കുള്ളത് എക്സ്ട്രീമിൽ ഒരു വിക്ക് OB തന്നെയാണ് ഉള്ളത്. പ്രൈസ് ഇങ്ങോട്ട് കയറി വന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീണ്ടും സെല്ല് നോക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ബൈ കിട്ടണമെങ്കിൽ നോക്കാം. 2 സൈഡിലേക്ക് നോക്കാം. അപ്പോൾ 2 ദിവസമായുള്ള ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ആ 2 ദിവസം അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് പോകുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ ജേണൽ ഉണ്ടാക്കിയിട്ട് വേണം നെക്സ്റ്റ് വർഷം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെറുതെ പോകരുത്. നല്ലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ആ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്നെ പോകുക. പരമാവധി നമ്മൾ ഇപ്പോൾ ഇഷ്ടംപോലെ പേരെൻ്റെ സ്റ്റുഡൻസ് അക്കൗണ്ട് പാസ്സാകുന്നുണ്ട്. അവരൊക്കെ എല്ലാവരും ഒരു 1 ഇയർ പ്ലസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഒരു 4 to 5 month ആയിട്ടുള്ള ആൾക്കാർ അക്കൗണ്ട് പാസ്സായേക്കുന്നത്. അല്ലാത്ത ആൾക്കാർ പാസ്സാകുന്നുണ്ട്, പക്ഷേ
കൺസിസ്റ്റൻസി കുറവായിരിക്കും. അപ്പോൾ ഞാൻ പറയണമെന്ന് ഒരു 1 ഇയറൊക്കെ കഴിയുമ്പോൾ അവർ അടിപൊളിയായിട്ട് പാസ്സാകുമെന്ന് മാത്രമല്ല നല്ല പ്രോഫിറ്റ് എടുത്ത് പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് റിയൽ അക്കൗണ്ട് ഈസ് കിങ്. ഇത് ബാക്കിയൊക്കെ നമ്മൾ അതിന് ശേഷമേ ഉള്ളൂ. അപ്പോൾ റിയൽ അക്കൗണ്ട് പക്കയായിട്ട് ബിൽഡ് ചെയ്ത് നോക്കുക. എനിക്ക് ഉണ്ടായ ഒരു പ്രോബ്ലമാണ് ആദ്യത്തെ ഒരു 2 ഇയർ ഞാൻ ഓൺലി ഫണ്ടഡ് അക്കൗണ്ട് മാത്രം നോക്കിയത്. അപ്പോൾ എനിക്ക് റിയൽ അക്കൗണ്ടിലേക്കും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ ഗ്രോത്ത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാമായിരുന്നു. ആ സമയത്ത് എൻ്റെ ഈ കാശില്ലാഞ്ഞത് കൊണ്ടും കാശ് വന്നത് നമുക്ക് ഈ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്നായതുകൊണ്ടും പിന്നെ ഫണ്ടഡ് അക്കൗണ്ടിൽ തന്നെ പോയി. പക്ഷേ നമ്മൾ പോയതൊക്കെ ഓക്കെ തന്നെയായിരുന്നു. ആ സമയത്ത് ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നത് കൊണ്ടാണ് കൂടുതൽ സംഭവിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ നേരെ റിയൽ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് റിയൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാകുന്ന ഗ്രോത്ത് മാറിയത്. ഫണ്ടഡ് അക്കൗണ്ടും റിയൽ അക്കൗണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ടിൽ തന്നെ പരമാവധി എല്ലാവരും ട്രേഡ് ചെയ്യുക. ഫണ്ടഡ് അക്കൗണ്ട് ചെയ്തതെന്നല്ല, ഫണ്ടഡ് അക്കൗണ്ടും വേണം. അതിനോടൊപ്പം തന്നെ റിയൽ അക്കൗണ്ടും ബിൽഡപ്പ് ചെയ്തു പോകുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ ടേസ്റ്റ് എന്താണെന്നും രണ്ടും എങ്ങനെ മാനേജ് ചെയ്യാമെന്നും രണ്ടും കൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസൊക്കെ ആഘോഷിക്കുക. അടുത്ത വർഷവും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ട്രേഡിങ്ങിലൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വന്നു. ഇനി പ്രോഫിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ട്രേഡിങ് ഞാൻ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പോകരുത്. ജേണൽ എഴുതുക. അടുത്ത വർഷത്തേക്കുള്ള നല്ലൊരു ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ട്രേഡിങ്ങിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് പ്രോഫിറ്റ് ആക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസിലേക്ക് പോകുക. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.